അവിടെ വലിയ പോലീസ് പ്രൊട്ടക്ഷൻ, അത് കോടതിയുടെ 2 കവാടങ്ങളിലും വലിയ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. യുവജന സംഘടനകൾ എത്തിയിട്ടുണ്ട്. 5 മണിക്ക് കോടതി സമയം കഴിഞ്ഞിട്ടും 2 മണിക്കൂറിലധികമായി കോടതി തുറന്ന് പ്രവർത്തിക്കുകയാണ്. ജഡ്ജി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക നിർദ്ദേശമാണോ? അറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരും, അതുകൊണ്ട് കോടതി അടയ്ക്കരുത് എന്നുള്ള പോലീസിന്റെ ഭാഗത്തുള്ള നിർദ്ദേശമാണോ? അതല്ലെങ്കിൽ അഭിഭാഷകർ മുഖേന ഞാൻ കീഴടങ്ങാൻ വരുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, സ്വാഭാവികമായും ഒരു MLA കൂടിയാണ്, ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അത് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കോടതി തുറന്ന് പ്രവർത്തിക്കുകയാണോ? ഇതിൽ രണ്ടിൽ ഏതാണ് കാസർഗോഡ് നടക്കാൻ പോകുന്നത്, ഹോസ്ദുർഗ് കോടതിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ കാഴ്ചകൾ നമ്മൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് DYFI അവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നുണ്ട്. ഒരിക്കൽ അനാശാസ്യം എന്ന് പറഞ്ഞ പൊതിച്ചോറിനെ കയ്യിലെടുത്തുകൊണ്ട് ഇന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പറയുകയാണ് DYFI. എന്തായാലും ഇപ്പോഴും മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുകയാണ്. ഒരു ഭാഗത്ത് പൊതിച്ചോറുമായി DYFI രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാത്തിരിക്കുകയാണ്. അറസ്റ്റാണോ കീഴടങ്ങലാണോ, അതാണ് ഇനി അറിയേണ്ടത്. കോടതി അടയ്ക്കാതെ ജഡ്ജി കാത്തിരിക്കുകയാണ്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പോഴും പോലീസുകാർ കോടതിക്ക് മുന്നിൽ തന്നെയാണോ ഉള്ളത്? പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലില്ല എന്നുള്ള കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്നത്. നേരത്തെ SP അടക്കം ഇവിടെ എത്തുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ നൽകിയിരുന്നെങ്കിലും എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ബസ്സടക്കം ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റുന്നുണ്ട്. അതിനിടെ ചില അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചർച്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഇവിടെ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണമായി മാറിയത്. കാരണം നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിലെ പല പ്രധാന പ്രതികളും കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ, പാണത്തൂർ, അതോടൊപ്പം തന്നെയുള്ള തൊട്ട് അരികിലുള്ള സമീപ ജില്ലയായ കണ്ണൂരിലെ ചെറുപുഴ എന്നീ മേഖലകളിൽ നിന്നുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ വലിയ സൗഹൃദം രാഹുലിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ രാഹുൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തുക എന്നുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിനിടെ തന്നെ എന്തായാലും SIT സംഘം പറയുന്ന, കാസർഗോഡ് SP അടക്കം വീണ്ടും പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലായിട്ടില്ല എന്നുള്ള കാര്യവും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായുണ്ട്. ഇനി എന്തായാലും ഇവിടെ ഇത്രയും നേരമുണ്ടായിരുന്ന അനിതര സാധാരണമായ സ്ഥിതി എന്നത് ഇവിടെ ജഡ്ജ് കോടതിയിൽ തുടരുന്നു. വർക്കിംഗ് സമയം കഴിഞ്ഞതിന് ശേഷവും പ്രവൃത്തി സമയം കഴിഞ്ഞതിന് ശേഷവും ഇവിടെ എന്തായാലും ജഡ്ജ് തുടരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇവിടെ ഇപ്പോൾ DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും BJP പ്രവർത്തകരും പ്രതിഷേധമായി തുടരുകയാണ്. DYFI പ്രവർത്തകർ പൊതിച്ചോറുമായും അതോടൊപ്പം തന്നെ യുവമോർച്ച BJP പ്രവർത്തകർ ചെരുപ്പുമാലയുമായിട്ടാണ് ഇവിടെ രാഹുലിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഏതായാലും ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച, സാധാരണ ഹോസ്ദുർഗ് കോടതി പരിസരം എന്നത് പകൽ സമയത്ത് പോലും വിജനമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ രാഹുൽ എത്തിയേക്കുമെന്നുള്ള സൂചന പുറത്തേക്ക് കാട്ടുതീ പോലെ പറന്നപ്പോൾ ഇത്രത്തോളം വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ രാഹുൽ ഇവിടെ എത്താനും എത്താതിരിക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലില്ല. ഇനിയൊരു പക്ഷേ രാഹുൽ കീഴടങ്ങുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും ആ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും അസാധാരണ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. ആര്യ.